ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊററായിട്ടുള്ള ട്രിപ്പാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാം. ആദ്യം എൻ്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞു നമുക്കൊന്ന് ഹൊറർ ട്രിപ്പ് പോവാം, നിങ്ങളെ ഓടിയനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു തമാശയായിട്ടാണ് ഈ ട്രിപ്പ് നമ്മൾ കണ്ടത്. പക്ഷെ ശരിക്കും നമുക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. പാലക്കാടുള്ള കൂടല്ലൂർ എന്നുള്ള ഒരു പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. പണ്ട് തൊട്ടേ ആൾക്കാർ പറയുന്ന കഥയാണ് അവിടെ ഒടിയൻ വന്നു പോകാറുള്ള സ്ഥലമാണെന്നൊക്കെ. പിന്നെ ഈ യാത്രയിൽ ഈ കഥകൾ പറയാൻ തുടങ്ങി ഗൈസ്. ഈ കൂടല്ലൂർ ഭാഗത്തുള്ള ആൾക്കാർ പറയുന്ന കഥകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒടിയൻ വരുന്ന സമയത്ത് ശരിക്കും ഒടിയൻ കരിങ്കാളയായിട്ട് മാറുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ശരിക്കും അതിനെ കണ്ടാൽ പോലും പേടിച്ചു പോകും. പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പിന്നെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കേട്ടിട്ട് തന്നെ ആപ്പാടെ പേടിയാൻ തുടങ്ങി. ഒന്നാമത് ആ പ്ലേസിൽ മൊത്തം ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ലാത്തൊരു പ്ലേസാണ്. നമ്മളാകപ്പാടെ പേടിച്ചു പോയി. ചിലർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേരെടുത്ത് അവർ വിളിക്കത്രേ. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണത്തില്ല. ഈ പാലക്കാട് ആയതുകൊണ്ട് അവിടെ ഫുള്ളും ഈ പനമരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഈ കാറ്റടിക്കുന്ന ഈ പനമരത്തിൻ്റെ ഇലകൾ തമ്മിൽ അടിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് ആൾക്കാരൊക്കെ പറയാറുണ്ട് അത്രേ, അതിൽ കൂടെ ഒടിയൻ പോകുന്ന ശബ്ദമാണ്. അങ്ങനെയല്ല, ഇവിടെയുള്ള ആൾക്കാർ പറയുന്ന കുറച്ച് ഒടിയനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒടിയൻ വരുന്നത് ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം എണ്ണ ശരീരത്തിൽ പുരട്ടിയിട്ട് പണ്ടുകാലത്തുള്ള തന്ത്രിമാരും മന്ത്രവാദികളൊക്കെ എന്തോ ഒരു ഒടിവിദ്യ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് രൂപം മാറാൻ കഴിയും. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ മൃഗത്തിൻ്റെ വേഷമായിട്ട് മാറാൻ കഴിയും. മനുഷ്യനെ മയക്കാനുള്ള ശക്തി അടക്കം ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉള്ള കഥയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പണ്ടുള്ള ആരെങ്കിലും, നിങ്ങളുടെ മുത്തശ്ശിയോ മുത്തശ്ശനോ ആരെങ്കിലും ഈ ഒടിയനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ